ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ജൂൺ മാസത്തിലെ മൈത്രേയ മുഹൂർത്തത്തെ പറ്റിയിട്ടാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. എന്താണ് മൈത്രേയ മുഹൂർത്തം? ഒരുപാട് മനുഷ്യർ ജീവിതത്തിൽ കടങ്ങൾ മൂലം കഷ്ടപ്പെടുന്നുണ്ട്. ഭാരതത്തിലെ ആചാര്യന്മാർ ചില മുഹൂർത്തങ്ങൾ നിശ്ചയിച്ചിട്ട് ആ മുഹൂർത്തങ്ങളിൽ നമ്മൾ കടം കുറച്ചെങ്കിലും തിരിച്ചടച്ചാൽ പെട്ടെന്ന് തന്നെ നമ്മുടെ കടബാധ്യതകളിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കും എന്ന് പറയുന്നു. അങ്ങനെയുള്ള ഒരു വിശേഷപ്പെട്ട മുഹൂർത്തമാണ് മൈത്രേയ മുഹൂർത്തം എന്ന് അറിയപ്പെടുന്നത്. ഭാരതത്തിലെ ജനങ്ങൾ മാത്രമല്ല, നേപ്പാള് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ ജനങ്ങൾ ഈ ഒരു മുഹൂർത്തത്തിൽ വിശ്വസിക്കുന്നു. അതായത് ഹിന്ദു മതസ്ഥരും അതുപോലെ തന്നെ ബുദ്ധ മതസ്ഥരുമൊക്കെ തന്നെ ഈ മുഹൂർത്തത്തിൽ വിശ്വസിക്കുന്നുണ്ട്. ധാരാളം ആളുകൾക്ക് ഇതിൻ്റെ ഒരു ഫലം ലഭിച്ചതായും പറയുന്നു. 2026 ജൂൺ മാസത്തിൽ 2 മുഹൂർത്തങ്ങളാണ് ഉള്ളത്. ആദ്യത്തെ മുഹൂർത്തം ജൂൺ മാസം 12-ാം തീയതി വെള്ളിയാഴ്ച വെളുപ്പിനെ 2:25 മുതൽ 4:16 വരെയാണ്. ഇത് കേരളത്തിലെ സമയമാണ്. മേടം ലഗ്നവും അശ്വതി നക്ഷത്രവും ചേർന്ന് വരുന്ന മുഹൂർത്തമാണ്. ഇനിയൊരു മുഹൂർത്തമുള്ളത് ജൂൺ മാസം 27-ാം തീയതി ശനിയാഴ്ചയാണ്. വൃശ്ചിക ലഗ്നവും അനിഴം നക്ഷത്രവും ചേർന്ന് വരുന്ന ദിവസം. ജൂൺ 27 ശനിയാഴ്ച വൈകുന്നേരം 3:38 മുതൽ 5:48 വരെയാണ്. അതായത് 12-ാം തീയതി ആണെങ്കിൽ വെളുപ്പിനെ 2:25 മുതൽ 4:16 വരെ. പിന്നെ ഒരു സമയം 27 ശനിയാഴ്ച വൈകുന്നേരം 3:38 മുതൽ 5:48 വരെ. ഈ സമയത്ത് നമ്മുടെ കടങ്ങൾ കുറച്ചെങ്കിലും വീട്ടാനായി ശ്രദ്ധിച്ചാൽ പെട്ടെന്ന് തന്നെ നമ്മുടെ കടം നമുക്ക് വീട്ടാൻ സാധിക്കും എന്നാണ് വിശ്വാസം. ഇനി എങ്ങനെയാണ് നമ്മൾ ആ സമയത്ത് നമ്മുടെ കടത്തിലേക്ക് പൈസ അടയ്ക്കേണ്ടത് എന്ന് നോക്കാം. ആദ്യമായിട്ട് നമ്മൾ പൈസ എടുത്തു വെക്കുക. എത്ര രൂപയാണോ നമുക്ക് അടയ്ക്കാനായിട്ട് സാധിക്കുന്നത് അത് എടുത്തു വെക്കുക. കുളിച്ച് വൃത്തിയായി നമ്മുടെ പൂജാമുറിയിൽ നമ്മൾ വിളക്ക് തെളിയിക്കണം. വിളക്ക് തെളിയിച്ചിട്ട് നമ്മൾ ആദ്യം നമ്മുടെ കുടുംബദേവതയെ പ്രാർത്ഥിക്കുക. പിന്നീട് വിഘ്നേശ്വരനെ പ്രാർത്ഥിക്കുക. അതിനുശേഷം സുബ്രഹ്മണ്യ സ്വാമിയെ പ്രാർത്ഥിക്കുക. പിന്നീട് നമുക്ക് ഇഷ്ടമുള്ള ഏതു ദേവതയാണോ ആ ദേവതയെ പ്രാർത്ഥിക്കുക. എന്നിട്ട് നമ്മൾ ഓൺലൈനായിട്ടാണ് പൈസ അടയ്ക്കുന്നതെങ്കിൽ ആ പ്രാർത്ഥനയ്ക്ക് ശേഷം നമുക്കിഷ്ടമുള്ള നാമജപങ്ങളൊക്കെ നടത്തിയതിനു ശേഷം, അതായത് ഈ മൈത്രേയ മുഹൂർത്ത സമയത്ത് ചെയ്തതിനു ശേഷം ഓൺലൈനായിട്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് പണം അടയ്ക്കുക. അതല്ല ബാങ്കിൽ പോയാണ് അടയ്ക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ, ഇപ്പോൾ അതിരാവിലെ ഉള്ള സമയമാണെങ്കിൽ ആ സമയത്ത് നമുക്ക് ബാങ്കിൽ പോകാനായിട്ട് പറ്റില്ല. ഓൺലൈനായിട്ട് അടയ്ക്കാൻ നമുക്ക് അറിയത്തുമില്ല. അങ്ങനെയുള്ള അവസ്ഥയാണെങ്കിൽ നമ്മൾ ഒരു കവറിൽ നമ്മുടെ ഈ പണം എടുത്തു വെക്കുക. എന്നിട്ട് ആ കവറിൻ്റെ മുകളിൽ ഇന്ന ലോണിലേക്ക് ഇത്ര രൂപ അടച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് എടുത്തു വെക്കണം. പിന്നീട് ആ സമയത്ത് എടുത്തു വെച്ചതിന് ശേഷം പിന്നെ ബാങ്ക് തുറക്കുന്ന സമയത്ത് ബാങ്കിലേക്ക് കൊണ്ടുപോയി അടയ്ക്കുക. അതാണ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് ഒട്ടും അടയ്ക്കാനില്ല, വലിയ തുകയാണ് കൊടുക്കേണ്ടത്, പക്ഷേ അത്രയും തുകയൊന്നും നമുക്ക് അടയ്ക്കാനില്ല, അതാണ് അവസ്ഥയെങ്കിൽ, അതായത് ബാങ്കിൽ പെട്ടെന്ന് തന്നെ 10,000-ഓ 20,000-ഓ ഒക്കെ അടയ്ക്കണം, നമ്മുടെ കയ്യിൽ അത്രയും എടുക്കാനില്ല,
ഒരു 100 രൂപയെ നമുക്ക് എടുക്കാൻ പറ്റുന്നുള്ളൂ. ആ കാശും കൊണ്ട് ബാങ്കിലേക്ക് ചെന്നാൽ അവർ സ്വീകരിക്കത്തുമില്ല. അതാണ് അവസ്ഥയെങ്കിൽ ആ പൈസ നമ്മൾ ഒരു കവറിൽ ഇട്ടിട്ട് ആ കവറിൻ്റെ പുറത്ത് നമ്മൾ എഴുതി വെക്കണം. ഇന്ന ലോണിലേക്ക് അല്ലെങ്കിൽ ഇന്ന വ്യക്തിക്ക് കൊടുക്കാനുള്ള കടത്തിൽ ഇത്ര രൂപ അടച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ട് ഈ കവറും പൈസയും ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കുക. എന്നിട്ട് പ്രാർത്ഥിക്കുക, എത്രയും പെട്ടെന്ന് മുഴുവൻ കടങ്ങളും തീരാൻ എന്നെ അനുഗ്രഹിക്കണമേ എന്ന് ദേവതകളോട് പ്രാർത്ഥിക്കുക. ആ പൈസ പൂജാമുറിയിൽ തന്നെ സൂക്ഷിച്ചു വെക്കുക. പിന്നീട് ആ കാശ് എടുത്തുകൊണ്ട് പോയി നമ്മുടെ മറ്റാവശ്യങ്ങൾക്ക് ഒന്നും ചിലവാക്കരുത്. ഒന്നുകിൽ ആ പണം നമുക്ക് എപ്പോഴാണോ ലോൺ അടച്ച് തീർക്കാൻ പറ്റുന്നത് ആ സമയത്ത് ഈ പണം കൂടി എടുത്തുകൊണ്ട് പോയി ലോൺ അടയ്ക്കുക. അല്ലാതെ നമുക്ക് അടയ്ക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഈ പണം ക്ഷേത്രത്തിലേക്ക് എന്തെങ്കിലും വഴിപാടുകൾ ചെയ്യാനായിട്ട് കൊടുക്കുക. അതാണ് ചെയ്യേണ്ടത്. കഴിയുന്നതും ആ സമയത്ത് കുറച്ച് പൈസയെങ്കിലും ഓൺലൈനായിട്ട് അടയ്ക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക. കുടുംബദേവതയെയും തടസ്സങ്ങളെല്ലാം മാറ്റുന്നതിന് വിഘ്നേശ്വരനെയും അതുപോലെ തന്നെ ചൊവ്വാഗ്രഹത്തിൻ്റെ ദേവതയായ സുബ്രഹ്മണ്യ സ്വാമിയെയും നിർബന്ധമായും പ്രാർത്ഥിക്കണം. അതുകൂടാതെ നമ്മുടെ ഇഷ്ടദേവതയെയും പ്രാർത്ഥിക്കണം. പ്രാർത്ഥനയ്ക്കാണ് പ്രാധാന്യം. മനസ്സുകൊണ്ട് നമ്മൾ വിശ്വസിക്കണം. ഇങ്ങനെയൊരു പ്രവൃത്തി ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഒരു അവസരം, ഒരു നല്ല കാലം, ഒരു ഭാഗ്യം ഭഗവാൻ കൊണ്ടുവന്ന് നൽകും. എത്രയും പെട്ടെന്ന് നമ്മുടെ കടങ്ങൾ അടച്ചു തീർക്കാൻ പറ്റുമെന്ന് വിശ്വസിച്ച് ചെയ്യണം. അതല്ലാതെ ഒരു പരീക്ഷണം എന്ന നിലയിൽ നമുക്ക് നോക്കാം, പറ്റുമോ ഇല്ലയോ എന്ന് നോക്കാം എന്ന നിലയിൽ ചെയ്യരുത്. ഈ ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ പൂർണ്ണ മനസ്സോടുകൂടി ഭഗവാൻ നമ്മളെ അനുഗ്രഹിക്കും, നമുക്ക് പെട്ടെന്ന് തന്നെ കടങ്ങൾ വീട്ടാനായിട്ട് സാധിക്കും എന്ന് മനസ്സുകൊണ്ട് ഉറപ്പിക്കണം. ഇങ്ങനെ ചെയ്തിട്ട് നമ്മൾ കടം വീട്ടാനായിട്ട് ഒരു ശ്രമവും നടത്തുന്നില്ല എങ്കിൽ ഫലിക്കില്ല. ഇത് ഒരു 50% നമ്മളെ തുണയ്ക്കുന്ന കാര്യമാണ്. അതായത് ഭാഗ്യം നമ്മളിലേക്ക് വരും. ആ ഭാഗ്യത്തെ പൂർണ്ണമായും പ്രയോജനപ്പെടുത്തുന്നതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഭാഗത്ത് നിന്ന് ഒരു ശ്രമം കൂടി ഉണ്ടാകണം. ജോലി ചെയ്യുക, അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്ത ആ 50% നമ്മൾ ചെയ്യുന്ന 50%ത്തിൻ്റെ കൂടെ ചേർന്ന് വരികയും അതോടുകൂടി നമുക്ക് ഭാഗ്യം തെളിയുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ മുമ്പിലേക്ക് കടം അടച്ചു തീർക്കാനുള്ള ചില വഴികൾ തുറന്നു വരും. അതല്ലാതെ ഇത് മാത്രം ചെയ്തിട്ട് ഒരു ജോലിക്കും പോകാതെ ഒരു ശ്രമവും ചെയ്യാതെ വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ ഒരു പ്രയോജനവും ലഭിക്കുകയില്ല എന്നുകൂടി നിങ്ങൾ ഓർക്കുക. 50% ഭാഗ്യം നമ്മൾ ആ വിശ്വസിച്ച് ചെയ്യുന്ന ആ പ്രവൃത്തി കൊണ്ട് നമുക്ക് ലഭിക്കും. ബാക്കി 50% നമ്മൾ ജോലി എടുക്കുക തന്നെ ചെയ്യണം. സാധാരണ എത്ര ജോലി എടുത്താലും നമുക്ക് കടം വീട്ടാൻ സാധിക്കില്ല. ഭാഗ്യക്കുറവുണ്ടാകും, മറ്റു ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. ആ ബുദ്ധിമുട്ടുകൾ മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സമയത്ത് ഇപ്രകാരം ചെയ്യുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. പ്രാർത്ഥിക്കുക, നാമം ജപിക്കുക. ഹരേ കൃഷ്ണ.